പാലക്കാട് നടക്കേണ്ട കേരള സ്കൂൾ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിദ്യാഭ്യാസ വകുപ്പ് ഒഴിവാക്കി. നോട്ടീസിൽ നിന്ന് പേര് നീക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം കൊടുത്തു. യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു അധ്യക്ഷനാകേണ്ടിയിരുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിശദാംശങ്ങൾ. നവംബർ 7 മുതൽ 10 വരെ പാലക്കാടാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംഘാടക സമിതി ഓഗസ്റ്റ് മാസം 25-ാം തീയതി പാലക്കാട് ചേരാനാണ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ നോട്ടീസാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പുറത്തിറക്കിയിരുന്നത്. ഇതിൽ അധ്യക്ഷനായി പങ്കെടുക്കേണ്ടത് പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം തന്നെ രാജിവെച്ച പശ്ചാത്തലമുണ്ട്. അതുപോലെ MLA സ്ഥാനം തുലാസിലായ ഒരു പശ്ചാത്തലമുണ്ട്. രാജി ആവശ്യപ്പെട്ടേക്കുമെന്നൊക്കെയുള്ള വിവരം കോൺഗ്രസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോട്ടീസിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഘാടകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പരിപാടിയുടെ ഉദ്ഘാടകരായി പങ്കെടുക്കേണ്ടത് മന്ത്രി MB രാജേഷാണ്. 25-ാം തീയതിയാണ് ഈ സംഘാടക സമിതി യോഗം പാലക്കാട് നിശ്ചയിച്ചിട്ടുള്ളത്. പാലക്കാട് നവംബർ 7 മുതൽ 10 വരെയാണ് ഈ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കേണ്ടത്. പാലക്കാട് MLA ഇങ്ങനൊരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ രൂപീകരണ യോഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്യാനും പുതിയ നോട്ടീസ് അച്ചടിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള പുതിയ വിവരം പുറത്തു വരുന്നു. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.